സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് ഉൽപ്രാപണം എപ്പോൾ നടക്കും, അത് മനസ്സിലാക്കാൻ അടയാളമുണ്ടോ എന്നുള്ള വിഷയമാണ്. നമ്മളത് കൃത്യമായി ചിന്തിച്ചു. കൃത്യമായിട്ടും നമുക്ക് റാപ്ചർ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം, വെളിപ്പാട് 6-ാം അധ്യായത്തിലാണോ റാപ്ചർ സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്ന രക്തസാക്ഷികൾ പീഡാകാല രക്തസാക്ഷികളാണോ അതോ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ രക്തസാക്ഷികളാണോ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും അതിൻ്റെ മറുപടി തുടക്കം തന്നെ പറഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. വെളിപ്പാട് 6-ാം അധ്യായത്തിലാണ് റാപ്ചർ സംഭവിക്കുന്നത്. തന്നെയുമല്ല, 5-ാം മുദ്രയിൽ കാണുന്ന രക്തസാക്ഷികൾ പീഡാകാല രക്തസാക്ഷികളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ രക്തസാക്ഷികളാണ്. അപ്പോൾ തന്നെ റാപ്ചർ നടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ലോകജാതികൾ ഈ സുവിശേഷം തിരസ്കരിക്കുകയും സുവിശേഷം പറയുന്നവരെ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ തിരസ്കരണം സംഭവിച്ച് രക്തസാക്ഷികളായ അനേകർ മരിച്ചതുപോലെ തന്നെ, അപ്പോൾ ആ രക്ഷ ജാതികളിലേക്ക് പോയതുപോലെ തന്നെ ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന ഈ സുവിശേഷം തിരസ്കരിക്കപ്പെടുന്ന ഒരു സമയം വരും. അപ്പോൾ അനേകം സുവിശേഷകർ കൊല്ലപ്പെടുവാനിടയായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ ആ ജാതികളുടെ കാലം പൂർത്തീകരിച്ച് റാപ്ചറാക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെ വീഡിയോയിൽ നമ്മൾ പല രീതിയിൽ പല നിലകളിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ 4 കുതിരകളെ അവിടെ കാണുകയാണ്. ഒന്നാമത്തെ കുതിര വെള്ളക്കുതിര, രണ്ടാമത്തത് ചുമന്ന കുതിര, പിന്നീട് കറുത്ത കുതിര, പിന്നീട് മഞ്ഞക്കുതിര. അങ്ങനെ ഓരോരോ കുതിരകളും വരുമ്പോൾ ഈ ലോകത്ത് പല സംഭവങ്ങളും സംഭവിച്ച് ഇതിലെല്ലാം അതിജീവിച്ച് കർത്താവിൻ്റെ ദേവസഭ അന്ത്യകാലത്ത് ഈ സുവിശേഷം പരിപൂർണമായി തിരസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജാതികളുടെ കാലം തികഞ്ഞു കഴിയുമ്പോൾ, സംഖ്യ പൂർണ്ണമായി കഴിയുമ്പോൾ അവിടെ റാപ്ചർ സംഭവിക്കുന്നതായിട്ടാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് റാപ്ചർ നടക്കുന്ന സംഭവം എന്നുള്ളത് ഞാൻ പറയാനിടയായിത്തീർന്നു. നമുക്ക് ആ വാക്യങ്ങളെ ഒന്ന് വായിക്കാം. അപ്പോൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, വെളിപ്പാട് 6-ൽ തന്നെയാണോ റാപ്ചർ സംഭവിക്കുന്നത്? അവിടെ ഒരിക്കലും പീഡാകാലം ആരംഭിച്ചിട്ടില്ലായകയാൽ അവിടെ കാണുന്ന രക്തസാക്ഷികൾ പീഡാകാല രക്തസാക്ഷികളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭയുടെ ഭാഗമാക്കി തീർന്ന വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളാണ് അവിടെ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്ന് എപ്പോഴാണ് പീഡാകാലം ആരംഭിക്കുന്നത്, എപ്പോഴാണ് ആൻറ്റിക്രൈസ്റ്റ് വരുന്നത്, എപ്പോഴാണ് 7 വർഷം തുടങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് 7 വർഷത്തിൻ്റെ ഒടുവിൽ കർത്താവ് മഹത്വപ്രത്യക്ഷം നടത്തുന്നത് എന്നൊക്കെ പഠിക്കുമ്പോഴാണ് 6-ാം അധ്യായത്തിൽ തന്നെയാണ് റാപ്ചർ സംഭവിക്കുന്നതും അവിടെ കാണുന്ന രക്തസാക്ഷികൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീർന്ന രക്തസാക്ഷികളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകങ്ങൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അതായത് ആകാശം കീറിക്കൊണ്ട് ഭൂമിയെ കുലുക്കിക്കൊണ്ട് മരിച്ചുപോയ വിശുദ്ധർ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ വിശുദ്ധർ ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട്, എന്ന് പറഞ്ഞാൽ ഈ ഭൗമികമായ ശരീരം ദൈവം രൂപാന്തരം തന്ന് ഒരു സ്വർഗീയ വാസയോഗ്യമായ ശരീരമാക്കി തീർത്ത് ഞൊടിയിടയിൽ ആകാശം കീറിക്കൊണ്ട് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കണ്ട് ഇവിടെ ശേഷിക്കുന്നവർ ഞെട്ടിവിറയ്ക്കുന്ന ഒരു സംഭവമായിരിക്കും റാപ്ചർ എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ചില പദപ്രയോഗങ്ങളാണ് ഇത് മഹാപീഡാകാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടയായ കാര്യം. കാരണം
ഇവിടെ പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. ഇവിടെ ജാതികളെല്ലാം ഞെട്ടിവിറയ്ക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹാകോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് പീഡാകാലമല്ലേ എന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ തോന്നിയാൽ പോലും അതങ്ങനെയല്ല സംഭവം. നമുക്കൊരു വാക്യം തെളിവായി വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തിരുന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഇവിടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സാഹചര്യത്തിൽ കർത്താവിനോട് കൂടെ ഒരു വിശുദ്ധ ഗണവും ഉയർത്തെഴുന്നേറ്റതായി ഇവിടെ പറയുകയാണ്. പലരും കല്ലറകളെ വിട്ട് പുറത്തു വന്ന് പലർക്കും അത് പ്രത്യക്ഷനായി, അല്ലെങ്കിൽ അവരെല്ലാം അത് കാണുവാനിടയായി തീർന്നു. ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ, ഈ ഭൂമികുലുക്കവും ഈ വലിയ അമാനുഷികമായിട്ടുള്ള ചില പ്രവൃത്തികളെ അവിടെ കണ്ടപ്പോൾ, അവിടെയുള്ള ഈ കർത്താവിൻ്റെ നോക്കിക്കൊണ്ടിരുന്ന ശതാധിപന്മാരും അവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഞെട്ടിവിറച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന്. അപ്പോഴാണ് അവർക്ക് തിരിച്ചറിവായത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ചില വിശുദ്ധന്മാരുടെ കല്ലറകളെ തുറന്ന് ഭൂമി കുലുക്കി അവരെ ഉയർപ്പിച്ചപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ശതാധിപന്മാർ കരുതുന്നത് വാസ്തവത്തിൽ യേശു ക്രിസ്തുവായിരുന്നു, ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സംഭവങ്ങൾ കണ്ടപ്പോഴാണ്, ആ സംഭവങ്ങൾ അന്ന് ചരിത്രമൊന്ന് പരിശോധിക്കുക. യേശു മശിഹയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാജാവായി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവനല്ല മശിഹ എന്ന് തിരസ്കരിച്ച ജനമാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ തന്നെ ചുറ്റും കൂടിയിരുന്നവരുടെ ഇടയിൽ യേശു മശിഹയാണോ അല്ലയോ എന്നുള്ളൊരു തർക്കം നിലനിന്നിരുന്നു. എന്നാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ സംഭവങ്ങളെ കണ്ടപ്പോൾ, ഞെട്ടിവിറയ്ക്കുന്ന ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ, ഭൂമി കുലുങ്ങി, കല്ലറകൾ തുറന്ന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റപ്പോൾ, ഒരു കൂട്ടം വിശുദ്ധന്മാർ, അതാരാണ് ആ വിശുദ്ധന്മാർ എന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവിടെ അവർ പറയുകയാണ്, ഇവിടെ ഇവൻ ദൈവപുത്രനായിരുന്നു, വാസ്തവമായും യേശു ക്രിസ്തുവായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളെ കണ്ട് തെറുത്തു മാറ്റിയ ചുരുൾ പോലെ ആകാശം അപ്രത്യക്ഷമായി, ഇവിടുന്ന് റാപ്ചറായി ദൈവമക്കൾ ഇവിടുന്ന് പോകുമ്പോൾ, ഇന്ന് ഈ സുവിശേഷം പറയുന്നവർക്ക് അവരറിയുന്നുണ്ട് യേശു വരുമെന്ന് ഇവർ പറയുന്നുണ്ട്, വലിയ സംഭവമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ ഇവരതിനെ തിരസ്കരിക്കുകയാണ്, ഇത് വിശ്വസിച്ച് ഇതിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു ജനം ഇവിടെയുണ്ട്. കർത്താവിൻ്റെ കാലത്തുണ്ടായതുപോലെ തന്നെ കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. എന്നതുപോലെ തന്നെ നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ അവരങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പലർക്കും കാര്യങ്ങൾ അറിയാം, പക്ഷെ വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. അപ്പോൾ റാപ്ചർ സംഭവിക്കുമ്പോൾ ഈ സംഭവങ്ങൾ വീണ്ടും ഞാൻ പറയട്ടെ, ഇവിടെ പറയുകയാണ്, സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്നു, ഭൂകമ്പമുണ്ടാകുന്നു, ചന്ദ്രൻ രക്തതുല്യമാകുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നു, പുസ്തകച്ചുരുൾ മാറ്റും പോലെ ആകാശം തെറുത്തു മാറ്റപ്പെടുന്നു. തന്നെയുമല്ല, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകി, സുനാമി, ഭൂകമ്പം എന്നിവ വലിയൊരു സംഭവം ഈ ഭൂമിയിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ചേട്ടാ, ഇവർ പ്രസംഗിച്ച് നടന്നിരുന്ന കാര്യം ശരിയാണല്ലോ, കർത്താവ് വന്നിട്ടുണ്ടല്ലോ, ഇത് ദൈവത്തിൻ്റെ കോപമാണ്, വിശ്വസിക്കാതിരുന്ന് നമ്മുടെ മേൽ ഇത് വീഴുന്നു എന്ന് സ്വാഭാവികമായിട്ടും അവർ പറയും. കാരണം എന്താ? യേശുവിൻ്റെ ഉയർപ്പ് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന പടയാളികളും ജനങ്ങളും ഇത് അംഗീകരിച്ചതുപോലെ തന്നെ ഉൽപ്രാപണം കഴിഞ്ഞ് ഇവിടെ എടുക്കപ്പെടുമ്പോൾ ഇവിടെ ശേഷിക്കുന്നവർ ഈ ഭയചകിതരായിക്കൊണ്ട്, കാരണം അല്പവിശ്വാസികളായവരൊക്കെ ഇവിടെ തന്നെ കിടക്കും. കാരണം പരിപൂർണമായി യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത, ഇത് കേട്ടറിവിൽ മാത്രം വെച്ചിരിക്കുന്ന ചിലരുണ്ട്. അതായത് ബുദ്ധിയിൽ ഇത് തിരിച്ചറിഞ്ഞവരുണ്ട്, ആത്മാവിൽ ഗ്രഹിക്കാത്തവരുണ്ട്. അതുകൊണ്ട് ബുദ്ധിയിൽ ഇത് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വിശ്വാസമായി പരിണമിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ശേഷിച്ച് കിടക്കും. ഈ സംഭവം കാണുമ്പോൾ ഭൂമി കുലുങ്ങി വിശുദ്ധരെ ഉയർപ്പിച്ച് രൂപാന്തരം പ്രാപിപ്പിച്ച് ആകാശം കീറി നാം ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ശേഷിക്കുന്നവരാണ് പറയുന്നത്, ഇത് വാസ്തവമായ കാര്യമായിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഒരു ചൊല്ല് പറയും, കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ സംഭവിച്ച കാര്യങ്ങളെ കണ്ട് ആ ശതാധിപൻ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ ആ ലോകം അത് മനസ്സിലാക്കിയതുപോലെ ഇവിടെ ഇത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളത്
ഇത് പറഞ്ഞു തരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്കും അത് രക്ഷയ്ക്ക് കാരണമായി തീരും. അതല്ല, ഇതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ വീണ്ടും കൊക്ക് കൊണ്ടേ അറിയൂ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് പോകും. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ യെസ്, ഇവർ പറഞ്ഞത് സത്യമായിരുന്നു, കർത്താവിൻ്റെ റാപ്ചർ സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ ലോകം തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഞാൻ സ്ഥാപിക്കുവാനല്ല, ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വെളിപ്പാട് 6-ാം അധ്യായത്തിലാണ് വെള്ളക്കുതിരപ്പുറത്ത് യാത്ര ചെയ്ത, ജൈത്രയാത്ര ചെയ്ത് സകല കഷ്ടങ്ങളെയും അതിജീവിച്ച്, റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ഇതൊന്നും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയില്ല, അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉപദേശം ഏറ്റെടുത്ത് വളരെ കഷ്ടം സഹിച്ചും പ്രയാസപ്പെട്ടും ഇവിടെ ഇതാ അന്ത്യകാലത്ത് നടക്കുന്ന പീഡനങ്ങളിലൂടെയൊക്കെയും കടന്നു ചെന്ന് കർത്താവ് നമ്മെ റാപ്ചറാക്കി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഈ സംഭവം റാപ്ചർ 6-ാം അധ്യായത്തിൽ വെളിപ്പാട് 6-ലാണ് സംഭവിക്കുന്നത്. കാരണം എന്താ? മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് AD 95 യോഹന്നാനോട് ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ AD 95 മുതൽ മുന്നോട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് വെളിപ്പാടിൽ ഓർഡറായിട്ട് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ AD 95 മുതൽ ഇവിടെ ഇതാ 1-ാം കുതിര, 2-ാം കുതിര, 3-ാം കുതിര, 4-ാം കുതിര, പിന്നീട് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ രക്തസാക്ഷി മരണം, ഇതെല്ലാം സംഭവിച്ച് നാം ഇവിടുന്ന് റാപ്ചറായി സ്വർഗത്തിലേക്ക് പോകുന്ന, ഭാവിയിൽ സംഭവിക്കാനുള്ള AD 95 മുതൽ സംഭവിക്കാനുള്ള ഈ 2000 വർഷത്തെ ചരിത്രമാണ് വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. 5-ാം മുദ്ര പൊട്ടിയോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഇന്ന് സുവിശേഷകർക്കെതിരെ വലിയൊരു എതിർപ്പുകൾ കാണുന്നൊരു കാലഘട്ടമാണ്. സുവിശേഷകരെ നോർത്ത് ഇന്ത്യയിലും മറ്റും കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് കൂടി വന്ന് ദൈവത്തിൻ്റെ സഭയെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ഇവിടുന്ന് റാപ്ചറാക്കി കർത്താവ് കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവർ, അത് മനസ്സിലാക്കണമേ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങളോട് പറഞ്ഞ് സാക്ഷ്യഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ചോദിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? 11-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പോൾ ഈ 5-ാം മുദ്രയിൽ പൊട്ടുമ്പോൾ, അതായത് റാപ്ചറിന് തൊട്ട് മുൻപുള്ള, റാപ്ചർ 6-ാം മുദ്രയിലാണ് സംഭവിക്കുന്നതെങ്കിൽ 5-ാം മുദ്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പീഡാകാലം അവിടെ ആരംഭിക്കാതിരുന്നത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ യഹൂദനൊരു 7 വർഷത്തെ പീഡയുണ്ട്, അതിൽ മരിച്ചവരല്ല ഇവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ പറയുകയാണ്, പലരും തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാണ്, ഇവരിവിടെ പ്രതികാരത്തിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണോ? ഒരിക്കലും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഇവരൊരു പ്രതികാരദാഹത്തോടു കൂടിയൊന്നും അല്ല ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സംബന്ധമായി ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ് എന്നും ഈ പ്രതികാരം അങ്ങ് എപ്പോഴാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രകാരം നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. റോമാലേഖനം ഒന്നെടുക്കാം, അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ ഈ പ്രതികാരത്തെക്കുറിച്ചൊക്കെ അവിടെ സവിസ്തരം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനം 12-ന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിൻ്റെ കോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പ്രതികാരത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം നൽകിയ ഉപദേശപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ, പ്രതികാരം നിങ്ങൾ ചെയ്യരുത്, അത് ദൈവത്തിൻ്റെ കോപത്തിന് വിട്ടേക്കുക, ദൈവം അത് ചെയ്തുകൊള്ളും എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭയിൽ അംഗങ്ങളായ അവർ ചോദിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരെയും എതിർത്തില്ല, അങ്ങ് പറഞ്ഞ വചനമനുസരിച്ച് ഞങ്ങളെല്ലാം സഹിച്ചു, ഞങ്ങൾ രക്തസാക്ഷികളായി മരിച്ചു, എന്നാൽ ഞങ്ങളെ ഇങ്ങനെ ചെയ്തവർക്ക് അങ്ങ് എപ്പോഴാണ് ഈ പറഞ്ഞ വചനപ്രകാരം ന്യായം വിധിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1-2 വാക്യങ്ങളോട് കയറ്റി വായിക്കണം. അതിൻ്റെ 14-ാം വാക്യം മുതൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി
കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉപദേശമാണ്. ആരെയും എതിർക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇവിടെ പറയുകയാണ് എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുവാൻ കർത്താവ് പറയുകയാണ്. പിന്നെ പറയുകയാണ്, പ്രിയമുള്ളവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ കോപത്തിന് വിട്ടേക്കാനാണ് ഇവിടെ പറയുന്നത് പൗലോസ്. അപ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിച്ച എന്നെപ്പോലെയും ഇന്ന് കേട്ട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ പോലെയും ഒക്കെ വളരെ സമാധാനത്തിലും ക്ഷമയോടും കൂടെ എല്ലാം ലോകത്തിലെ എല്ലാം തിക്ത അനുഭവങ്ങളും സഹിച്ച് ആരോടും ഒന്നിനും ഒരു പരിഭവത്തിനും നിൽക്കാതെ ഇങ്ങനെ ഇവിടെ ഈ സുവിശേഷം പറയുമ്പോൾ കൊല്ലപ്പെട്ട് പോകുന്ന ആ മനുഷ്യർ അവിടെ പറയുകയാണ്, ദൈവമേ, അങ്ങ് പറഞ്ഞ ഈ ന്യായവിധി എപ്പോഴാണ് നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം വചനം എപ്പോഴാണ് നിവർത്തിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രതികാരത്തെക്കുറിച്ച് നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, നഹൂം പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണ്ണനുമാകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യും, തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പറഞ്ഞു, നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട, ഞാൻ പ്രതികാരം ചെയ്തോളാം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒന്ന് എടുക്കാം. ഇങ്ങനെ പറയുകയാണ്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ ഈ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്നവർക്കെതിരെ ദൈവം ഒരു കോപം വെച്ചിട്ടുണ്ട്, അവർക്കത് കിട്ടും. ഇവിടെ വീണ്ടും പറയുകയാണ്, 2 തെസ്സലോനിക്ക ലേഖനം 1-ന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുസരിക്കാത്തവരും കർത്താവിൻ്റെ ഈ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വരാതിരിക്കുന്നവർക്കും വേണ്ടി എന്ത് ചെയ്യും? ദൈവം ഒരു പ്രതികാരം കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ലേഖനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം ഇവർക്കെല്ലാം ഒരു പ്രതികാരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആ പ്രതികാരം ചെയ്യണ്ട. അപ്പോൾ ദൈവത്തോട് ന്യായമായും ചോദിക്കാം, കർത്താവേ, അങ്ങ് എപ്പോഴാണത് ചെയ്യുന്നത്? ആ നിലവിളിയാണ്, ആ ശബ്ദമാണ് വെളിപ്പാട് പുസ്തകം നമ്മളിപ്പോൾ വായിച്ച ഈ 6-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ 1-2 വാക്യം കൂടി വായിക്കാം. ഇവിടെ പറയുകയാണ്, മീഖ പ്രവാചകന്റെ പുസ്തകം 5-15 പറയുകയാണ്, ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്ത വണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. അപ്പോൾ ദൈവം മീഖ പ്രവാചകന്റെ 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, ജാതികൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഞാൻ പ്രതികാരം ചെയ്യും എന്ന് ദൈവം പറയുകയാണ്. ഇന്ന് വരെ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം ഈ പ്രതികാരങ്ങൾ നടപടികളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വർഗമേ വിശുദ്ധന്മാരെ, വെളിപ്പാട് പുസ്തകം 18-ന്റെ 20-ാം വാക്യം, സ്വർഗമേ വിശുദ്ധന്മാരും അപ്പസ്വലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. പിന്നീട് പറയുകയാണ്, വെളിപ്പാട് 19-2 പറയുകയാണ്, വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു, തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞു, ഞാൻ പ്രതികാരം ചെയ്യും, പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്യും, ഇതെല്ലാം എൻ്റെ അടുക്കൽ സംഗ്രഹിച്ചും മുദ്രയിട്ടിരിക്കുന്നു. പീഡാകാലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായ തക്ക സമയത്ത് അതിൻ്റെ മുദ്രകൾ പൊട്ടിച്ച് കർത്താവ് ആ ന്യായവിധികൾ നടത്തും. അതുകൊണ്ട് നമ്മളോട് പ്രതികാരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ദൈവം ആ പ്രതികാരം ചെയ്യും. അങ്ങനെ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് പറയുന്നത്, അല്പകാലം കൂടി നിങ്ങൾ വിശ്രമിക്കണം, കാരണം നിങ്ങളെപ്പോലെ കുറച്ചു പേര് കൂടി സഹഭൃത്യന്മാരായി സഹദാസന്മാരായി കൊല്ലപ്പെടുവാനുണ്ട്, അവരും രക്തസാക്ഷികളായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ സുവിശേഷത്തിന് അന്ത്യകാലത്ത് ഈ ജാതികൾക്ക് നൽകപ്പെട്ട ഈ കാലയളവിൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്തമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഇവിടെ ലോകത്ത് മൂക്കിൽ ശ്വാസമുള്ള ഏതൊരു മനുഷ്യനും ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിച്ച് രക്ഷ ഏറ്റെടുത്താൽ സന്തോഷത്തോടു കൂടി നമുക്ക് റാപ്ചറിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടാം. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ കോപവും ക്രോധവും വേടിക്കേണ്ടി വരും എന്നുള്ളത് ഇവിടെ ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ കല്ലറകൾ തുറന്ന് വിശുദ്ധന്മാർ വന്നപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ ഇവൻ ദൈവപുത്രനായിരുന്നു. ഇനി നാം ഇവിടുന്ന് റാപ്ചറായി എടുക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ ഭൂമികുലുക്കവും വലിയ വലിയ സംഭവങ്ങളും കാണുമ്പോൾ ആകാശം കീറി നമ്മളെ എടുക്കുമ്പോൾ ആളുകളെല്ലാം ശേഷിക്കുന്നവർ ഇവിടെ ഉണ്ടാകും. അവർ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. കർത്താവ് യഥാർത്ഥത്തിൽ ദൈവമായിരുന്നുവെന്നും ആ ദൈവത്തിന് വേണ്ടി വചനങ്ങളെ ശുശ്രൂഷിച്ചവരാണ് ഈ കർത്താവിൻ്റെ ശരീരമാവുന്ന സഭ എന്നൊക്കെയും
അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർ നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജൈത്രയാത്രയും അത് അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ കടന്നു വന്ന് 5-ാം മുദ്രയിൽ രക്തസാക്ഷികളായിട്ടുള്ള കുറച്ച് പേരും മരണപ്പെട്ട് ആ പദ്ധതി ജാതികളുടെ കാലം പൂർത്തീകരിച്ച് റാപ്ചറാക്കി നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇത്രയും വർഷത്തെ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയത് മുതൽ റാപ്ചർ ആകുന്നത് വരെയുള്ള സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇപ്പോൾ 2000 വർഷം പിന്നിട്ടിരിക്കുന്നു ഈ 6-ാം അധ്യായത്തിൽ ഈ സംഭവങ്ങൾ സംഭവിക്കുകയാണ്. എന്നാൽ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിക്കുമ്പോഴാണ് ഇവിടെ പീഡാകാലം 6-ാം അധ്യായത്തിൽ തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് ഓടിച്ച് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ കൃത്യമായിട്ടുള്ള വചന തെളിവുകളോടുകൂടെ ഇതേപോലെ നമുക്ക് വിശദമായി സംസാരിക്കാം. റാപ്ചർ കഴിഞ്ഞാൽ ഉടൻ തന്നെ 7-ാം അധ്യായത്തിൽ അവിടെ പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 144,000 പേരെ അവിടെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. അതെന്തിനാണ് 144,000 പേരെ എന്ന് പറഞ്ഞാൽ? നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ പദ്ധതി വീണ്ടും ആരംഭിക്കുവാൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം, എങ്കിലേ അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ തടുക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഇവിടെയുള്ളിടത്തോളം കാലം ഈ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ പീഡാകാലമൊന്നും ആരംഭിക്കാൻ സാധ്യമല്ല, എതിർ ക്രിസ്തു വരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇതാ 7-ാം അധ്യായത്തിൽ, വെളിപ്പാട് 7-ാം അധ്യായത്തിൽ 144,000 പേരെ വീണ്ടും മുദ്രയിടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 12 ശിഷ്യന്മാരെ മുദ്രയിട്ട്, അല്ലെങ്കിൽ വിളിച്ച് വേർതിരിച്ച് ശിഷ്യന്മാരാക്കി ലോകത്തോട് സുവിശേഷം അറിയിക്കുവാൻ തുനിഞ്ഞുവെങ്കിലും അവരുടെ തിരസ്കാരം മൂലം വീണ്ടും ഇത് ജാതികളിലേക്ക് ഈ രക്ഷ കടന്നു വന്നു. അപ്പോൾ ജാതികളുടെ കാലം പൂർണ്ണമായി, ഇവിടെ റാപ്ചർ സംഭവിച്ചിരിക്കുന്നു. വീണ്ടും ഇസ്രായേലിൽ നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതി ആരംഭിക്കുവാൻ വേണ്ടി ദൈവം ഇവിടെ 144,000 പേരെ, അവിടെ 12 പേരെയാണ് വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ ഇവിടെ ഇതാ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ച് 144,000 പേരെ ഇവിടെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. ഇവരെ പ്രത്യേകമായൊരു മുദ്ര ദൈവം കൊടുക്കുകയാണ്. ഇവർക്ക് സംരക്ഷണമായിട്ടുള്ള മുദ്രയുണ്ട്. ഇവർ ലോകം മുഴുവനും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14 പറയുന്ന പോലെ ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ വേണ്ടി ഇവരെ ദൈവം ഉപയോഗിക്കും. ആ രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും ലോകജനത്തോട് വീണ്ടും ആഹ്വാനം ചെയ്യും. അവിടെയൊക്കെ ചിലർ വിശ്വസിക്കും, ചിലർ അവിശ്വസിക്കും, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ വെളിപ്പാട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന് മുൻപേ തന്നെ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ റാപ്ചറായി സ്വർഗത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്നും പ്രതിഫലങ്ങളെ വാങ്ങുന്നതും നമുക്ക് അവിടെ നിന്ന് സന്തോഷം ലഭിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിനുള്ള ഉപദേശങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് എന്നതുപോലെ സംഭവിക്കും, റാപ്ചർ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇതെല്ലാം സംഭവിച്ച് നിവൃത്തീകരണം സംഭവിക്കുന്ന കാഴ്ച കാണിച്ചു കൊടുത്തത് യോഹന്നാനാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്താത്ത ചില സത്യങ്ങൾ കർത്താവ് തന്നെ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി. എന്നാൽ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്താത്തതും പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്താതെ മറച്ചു വെച്ചതുമായ ചില കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാനിലൂടെയാണ് AD 95 രേഖപ്പെടുത്തി തിരുവചനം പൂർണ്ണമാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിൻ്റെ നിവർത്തീകരണം കാണുവാനും എഴുതി വയ്ക്കുവാനും ഭാഗ്യം ലഭിച്ച അപ്പോസ്തലനാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പോൾ അദ്ദേഹം ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയും അതിൻ്റെ റാപ്ചറും കാര്യങ്ങളൊക്കെയും 6-ഉം 7-ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം നമ്മുടെ റാപ്ചറോട് ശേഷം, റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ ഇസ്രായേലിൽ 144,000 പേരെ മുദ്രയിടുകയാണ്. ഇതിനുശേഷം വീണ്ടും 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ 7 കാഹളവും പിടിച്ചുകൊണ്ടുള്ള ദൂതന്മാരെ കാണുന്നു. അങ്ങനെ ഇവിടെ കരയിലും കടലിലും സൂര്യനിലും ചന്ദ്രനിലും 3-1 നശിപ്പിക്കുന്ന തരത്തിലുള്ള ദൈവിക ന്യായവിധികൾ ഇവിടെ വരികയാണ്. അപ്പോൾ തന്നെ 7-ാം മുദ്രയിലെ 5-ാം ദൂതൻ ഊതുമ്പോൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അവിടെ ഊതുമ്പോൾ അവിടെ ചില സംഭവങ്ങൾ സംഭവിക്കുകയാണ്. അവിടെ അക്കാലത്ത് മനുഷ്യൻ മരണത്തെ കൊതിക്കുന്നൊരു കാലമാണ്. അപ്പോൾ തന്നെ 5 മാസത്തെ ഉപദ്രവം, വെട്ടുകിളികളുടെ ഉപദ്രവം ഉണ്ടാകുമെന്ന് അവിടെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വെളിപ്പാട് 9-ന്റെ 10-ാം വാക്യം അത് വായിക്കുന്നു. അതിനുശേഷം ലോകമഹായുദ്ധം സംഭവിക്കാനിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 9-ന്റെ 15-ാം വാക്യം, ഉടൻ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. ഇവിടെ വലിയൊരു യുദ്ധം, 1/3 മനുഷ്യർ മരിക്കുന്ന ഒരു യുദ്ധം ഇവിടെ ലോകത്ത് സംജാതമാകും. ഞാനൊന്നുകൂടി പറയാം. റാപ്ചറിന് ശേഷം 144,000 പേരെ മുദ്രയിടുന്നു. ആ മുദ്രയിട്ടവരുടെ ശുശ്രൂഷ ഈ ലോകത്ത് നടക്കുന്നു. അതിനുശേഷം ഇതാ 5 മാസക്കാലം
ഇവിടെ തേളുകുത്തുന്നത് പോലെയുള്ള വെട്ടുകളികൾ ഈ ഭൂമിയിൽ, നമ്മുടെ ലോകത്ത് മുഴുവനും കൊറോണ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചതുപോലെ വെട്ടുകളികൾ ലോകത്തിലെ മുഴുവനും ആളുകളെ ബാധിക്കുന്ന ഒരു 5 മാസത്തെ ഒരു പീഡാകാലം, ഒരു കഷ്ടതയുടെ ഒരു കാലഘട്ടം അവിടെ കാണുന്നു. അതിന് ശേഷം അവിടെ ഒരു മൂന്നാം ലോക മഹായുദ്ധം, 1/3 ജനം മരിച്ചു പോകുന്ന ഒരു മഹായുദ്ധമുണ്ടാകും. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ഒടുവിൽ നമുക്കറിയാം, ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഈ യുദ്ധം ഈ പറയുന്ന തരത്തിൽ ഇസ്രായേലുമായിട്ടുള്ളൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിനായിരിക്കും അവിടെ വിജയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? 10-ാം അധ്യായത്തിൽ യഹൂദൻ്റെ ദേവാലയം അവിടെ പണിയപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് യഹൂദന് ദേവാലയം പണിയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ഈ ലോകമഹായുദ്ധത്തിനൊടുവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഹൂദൻ്റെ ആലയം പണിയുവാനായിട്ടുള്ളൊരു അംഗീകാരം നേടിയെടുക്കുകയും, വെളിപ്പാട് 10-ാം അധ്യായത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, വിശദമായിട്ട് നമുക്ക് പിന്നീട് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ അവിടെ ബലവാനായൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കാണുന്നുണ്ട്. അവൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അത് യോഹന്നാനോട് ഭക്ഷിക്കാൻ പറഞ്ഞു. അവൻ മധുരമുള്ള പുസ്തകമായത് ഭക്ഷിച്ചു, എന്നാൽ ഉദരത്തിൽ ചെന്നപ്പോൾ അത് കയ്പായി തീർന്നു എന്ന് പറയുന്നു. ഒരു യഹൂദനെ സംബന്ധിച്ച് മധുരം എന്ന് പറയുന്നത് ആലയം പണിയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അവൻ ഏറ്റവും മധുരമായിരിക്കുന്നത്. എന്നാൽ ആലയം പണിതതിനു ശേഷം അവിടെ വരുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ചെല്ലാം യോഹന്നാൻ മനസ്സിലാക്കിയപ്പോൾ അവിടെ കയ്പിൻ്റെ അനുഭവമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ആലയം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവിടെ പണിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെളിപ്പാട് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ പറയുകയാണ്, പിന്നെ ദണ്ഡ് പോലെയുള്ളൊരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. പ്രിയമുള്ളവരെ, അവിടെ ഒരു ആലയം വന്നതുകൊണ്ടാണ് ആലയത്തെ അളക്കുവാനായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? 10-ാം അധ്യായത്തിൽ അവിടെ ഒരു ആലയം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഈ ജനത്തിന് വേണ്ടിയിട്ട് കോരശും അല്ലെങ്കിൽ അന്നത്തെ ലോകരാജാക്കന്മാരും ഇസ്രായേലിൻ്റെ നേതൃത്വങ്ങളും സെറുബാബേലും എല്ലാവരും കൂടി ചേർന്ന് ഒരു ആലയം പണിതതുപോലെ ഇവിടെ ഈ മഹായുദ്ധത്തിന് ശേഷം അവിടെ ഇസ്രായേലിൻ്റെ ഒരു ആലയം പണിയും. ഇന്ന് അവിടെ തടസ്സമായി നിൽക്കുന്ന സകല സംഭവങ്ങളും അവിടെ നിന്ന് നീക്കപ്പെടുന്ന, ഇസ്രായേൽ ജയിച്ച് മുന്നേറുന്നൊരു യുദ്ധമായിരിക്കും അത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, റാപ്ചറിന് ശേഷം 144,000 പേരെ മുദ്രയിടുന്നു. അതിനുശേഷം ഇവിടെ 5 മാസത്തെ വെട്ടുകിളി ശല്യമുണ്ടാകുന്നു. ഏകദേശം 1 വർഷവും 1 മാസവും 1 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു ലോകമഹായുദ്ധം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഈ ദേവാലയം പണിയപ്പെടുന്നു. ഇവിടെയൊന്നും പീഡാകാലം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആലയം അവിടെ കാണുന്നു. ഈ ആലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് ദൈവം 2 സാക്ഷികൾക്ക് അന്ന് വരം കൊടുത്ത്, കൃപ കൊടുത്ത്, ഈ ലോകത്തിൽ അവിടെ ആലയത്തിലേക്ക് കടന്നു വരുന്ന യഹൂദരോട് വീണ്ടും ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് 7 വർഷം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2 സാക്ഷികൾ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവരുടെ ശുശ്രൂഷ 3.5 വർഷമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? 3.5 വർഷമാണ് അവരുടെ ആ പ്രവചന ശുശ്രൂഷ കാലം. ആ 3.5 വർഷം കഴിയുമ്പോൾ അവിടെ ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം 11:7 പറയുന്നത് പോലെ ഇവരെ കൊല്ലുകയാണ്. ഇവൻ ഒരു ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗമായി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ യഹൂദൻ്റെ 7 വർഷത്തെ പീഡാകാലം ആരംഭിക്കുന്നത് ഈ 2 സാക്ഷികൾ വെളിപ്പെടുമ്പോൾ മാത്രമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് പറയുമ്പോൾ അവിടെ വെള്ളക്കുതിരയെ കണ്ടു, അത് എതിർ ക്രിസ്തു ആണ് എന്ന് ഒരിക്കലും ആളുകൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞു, 6-ാം അധ്യായത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജൈത്രയാത്രയും ഉൽപ്രാപണവും അതിൻ്റെ നിത്യതയിൽ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ സംബന്ധമായി 144,000 പേരെ മുദ്രയിട്ട് നോക്കുക. 2 സാക്ഷികൾ വരുന്നത് വരെയുള്ള സമയം ഒന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം പീഡാകാലം തുടങ്ങണമെങ്കിൽ തന്നെ റാപ്ചർ കഴിഞ്ഞ് ഒരു 7 വർഷം കൂടി കഴിഞ്ഞിട്ടേ ഏകദേശം 7 വർഷത്തെ പീഡാകാലം പിന്നീട് ആരംഭിക്കുന്നുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ 144,000 പേര് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം. 5 മാസത്തെ പീഡ സംഭവിക്കണം. ഒരു വലിയ ലോകമഹായുദ്ധം നടക്കണം. ഇതിനൊടുവിൽ യഹൂദൻ ഇസ്രായേൽ ജയിച്ച് അവിടെ ഒരു ആലയം പണിയുന്ന സംഭവം, ഇത്രയും സംഭവങ്ങൾ സംഭവിക്കണമെങ്കിൽ റാപ്ചർ കഴിഞ്ഞ് പിറ്റേ ദിവസം പീഡാകാലം ആരംഭിച്ചാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റാപ്ചർ കഴിഞ്ഞ് ഏകദേശം ഒരു 7 വർഷത്തെ കാലാവധി. എങ്ങനെയാണ് 7 വർഷമെന്ന് തെളിയിക്കുവാൻ കാരണം? നമുക്കറിയാം, യോസഫിൻ്റെ കാലത്ത് ആദ്യത്തെ 7 വർഷം അത് സമ്പന്നതയുടെ വർഷവും പിന്നീട് 7 വർഷം കഷ്ടതയുടെ വർഷവുമാണ് എന്നുള്ളത് ഒരു ദർശനത്തിൽ യോസഫിന് കാണിച്ചു കൊടുക്കാൻ ഇടയായിത്തീരുന്നത് പോലെ തന്നെ
ഇവിടെ ഈ 144,000 പേരെ മുദ്രയിട്ട് ഈ കാര്യങ്ങളൊക്കെ സുവിശേഷീകരിച്ച് ഏകദേശം നല്ല ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനം യഹൂദന് ലഭിക്കും. ഇവിടെ തന്നെ ചുരുക്കത്തിൽ കണക്ക് കൂട്ടിയാൽ 5 മാസത്തെ വെട്ടുകിളിപ്പീട, 1 വർഷവും ഏതാനും മാസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു മഹായുദ്ധം, ഇതെല്ലാം സംഭവിച്ച് ആലയം പണിത് കടന്നു വരണമെങ്കിൽ ഇവിടെ 2 വർഷത്തെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം. ബാക്കിയുള്ളത് യോസഫിൻ്റെ ദർശനവുമായി ബന്ധപ്പെടുത്തി 7 വർഷത്തെ ആ ഒരു ഒരുക്കം യഹൂദന് വീണ്ടും കിട്ടും. എന്നിട്ടാണ് ഇവൻ നന്നാവാതെ വരുമ്പോഴാണ് വീണ്ടും 7 വർഷത്തെ പീഡയിലേക്ക് കടക്കുന്നത്. അവിടെ പോലും എതിർ ക്രിസ്തുവിനെ കാണുന്നില്ല. കാരണം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് 3.5 വർഷം അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ 7 വർഷത്തിൻ്റെ 3.5 വർഷം അവർ ശുശ്രൂഷിച്ചു. 3.5 വർഷം കഴിയുമ്പോഴാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇവനെ കൊന്നുകളയും. ഈ 2 പ്രവാചകന്മാരെ കൊല്ലും. ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗം അവൻ 12-ാം അധ്യായത്തിൽ ഇവിടെ സാത്താനുമായിട്ട് മിഖായേൽ ഒരു യുദ്ധം നടത്തുന്നുണ്ട്. അങ്ങനെ സാത്താനെ ഈ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിടുമ്പോൾ അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ 2 പ്രവാചകന്മാരെ കൊന്ന് നിൽക്കുന്ന ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവൻ്റെ മേൽ ഈ പൈശാചികൻ വന്ന് പ്രവേശിക്കുമ്പോഴാണ് അവൻ എതിർ ക്രിസ്തുവായിട്ട് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും പഠിക്കുമ്പോൾ ഇപ്പോഴിതാ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 5-ാം വാക്യം, 42 മാസം പ്രവർത്തിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ ഒരു ചെറിയ അരുവിയായി ഒഴുകി വലിയൊരു പുഴയായി തീർന്ന് പിന്നീട് അത് സമുദ്രത്തിലേക്ക് എത്തിത്തീരുന്നത് പോലെ മൊത്തത്തിൽ ഒരു രൂപമാറ്റമാണ് എതിർ ക്രിസ്തുവിന് സംഭവിക്കുന്നത്. ഒരൊറ്റയടിക്ക് ഒരു എതിർ ക്രിസ്തുവായി 10 തലയും കൊമ്പുമുള്ളൊരു മൃഗമായിട്ട് വരുന്നതല്ല ഇവൻ. കാരണം ഇവൻ പയ്യെ പയ്യെ കയറി വരുന്ന, നമുക്കറിയാം ഹിറ്റ്ലറൊക്കെ എങ്ങനെയാണ് ഒരു സ്വേച്ഛാധിപതിയായിട്ട് വളർന്നു വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ ഇന്നത്തെ ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കും ഉണ്ടായിരുന്നൊരു തുടക്കം, ഒന്നുമല്ലാതിരുന്നൊരു തുടക്കമുണ്ടായിരുന്നു. പിന്നീട് അവർ ഏതാനും സിനിമകളിൽ അഭിനയിച്ച് ഒരു സ്റ്റാർ പദവിയിലേക്ക് വന്ന് ഇന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത് പോലെ തന്നെ എതിർ ക്രിസ്തു എന്ന് പറയുന്നവൻ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായി ഈ 2 ലോകത്തെ ഞെരുക്കി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന 2 പ്രവാചകന്മാരെ കൊന്നപ്പോൾ അവന് ഒരല്പം കൂടി പേരും പ്രശസ്തിക്കും ഒക്കെ ആവുന്നു. പിന്നീട് അവന് ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നു വരുന്നു. ഇപ്പോഴിതാ സ്വർഗത്തിൽ മിഖായേലുമായി യുദ്ധം നടത്തുമ്പോൾ അവനെ അവിടെ നിന്ന് വെട്ടിയിടുമ്പോൾ ആ സാത്താൻ വന്ന് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയായി, ആ സാത്താൻ വരുമ്പോൾ പ്രവേശിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തിയായി ഈ രാഷ്ട്രീയ നേതാവ് നിൽക്കുമ്പോൾ അവന് ഈ സാത്താൻ മുഴുവൻ അധികാരവും കൊടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവൻ എതിർ ക്രിസ്തുവാകുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഉൽപ്രാവണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതെന്ന് കണക്ക് കൂട്ടിയാൽ ചുരുങ്ങിയത് 10.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇവിടെ എതിർ ക്രിസ്തു പൂർണ്ണ ശക്തിയോടുകൂടെ അവൻ വെളിപ്പെട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇന്ന് കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ ഉടൻ തന്നെ 144,000 പേരെ ഇസ്രായേലിൽ മുദ്രയിടും. അതിനുശേഷം ഈ ലോകത്ത് ചില സംഭവങ്ങൾ സംഭവിക്കും. 5 മാസത്തെ വെട്ടുകിളി പീഡയുണ്ടാകും. അതിനുശേഷം ഇവിടെ ഒരു ലോക മഹായുദ്ധം ഉണ്ടാകുന്നു. അതിനുശേഷം യഹൂദൻ്റെ ആലയം പണിയുന്നു. ഈ ആലയം പണിതതിന് ശേഷമാണ് 7 വർഷം ആരംഭിക്കുന്ന 2 സാക്ഷികളുടെ 3.5 വർഷത്തെ ശുശ്രൂഷ. ഈ 3.5 വർഷം കഴിയുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ഈ പ്രവാചകന്മാരെ കൊല്ലുന്നു. അതിനുശേഷം ഇവൻ 42 മാസം ഭരണം നടത്തുവാൻ അധികാരം ലഭിക്കുന്നു. അപ്പോൾ 2 സാക്ഷികൾക്ക് 3.5 വർഷം, എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന് അവന് 3.5 വർഷം, 42 മാസം. അങ്ങനെ 3.5 7 വർഷം 2 സാക്ഷികൾ ഇസ്രായേലിൽ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 7 വർഷത്തിൻ്റെ ആ പൂർണ്ണതയിൽ എന്ത് സംഭവിക്കും? കർത്താവ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കർത്താവ് മഹത്വ പ്രത്യക്ഷത നടത്തി അവിടെ സകലരോടും പോരാടുവാൻ ഈ മൃഗത്തെയും കള്ളപ്രവാചകനെയും സാത്താനെയും ഒക്കെ തകർത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യം 1000 വർഷം കർത്താവ് ഈ ഭൂമിയിലായിരിക്കും. 1000 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും? എഫേസ്യ ലേഖനം 1:10 പറയുന്നത് പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നിക്കുന്ന പുത്തനാം യെരൂശലേമിൽ ഒന്നിക്കുന്ന ഒരു നിത്യതയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും. ഈ കാര്യങ്ങൾ നമുക്ക് സവിസ്തരം ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ റാപ്ചർ ആണെന്നും ലോകം ഞെട്ടിപറിക്കാൻ കാരണം ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായ അതേ ഞെട്ടൽ റാപ്ചർ സംഭവിക്കുന്ന സമയത്തും ഈ ലോകത്തിനുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയുവാനിടയായിത്തീർന്നത്. അപ്പോൾ തന്നെ 5-ാം മുദ്രയിലെ രക്തസാക്ഷികൾ ഒരിക്കലും പീഡാകാല രക്തസാക്ഷികളല്ല. ഇവരെ ഈ പീഡാകാല രക്തസാക്ഷികൾ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. കാരണം വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ്
എതിർ ക്രിസ്തു കൊണ്ടുവരുന്ന സംവിധാനത്തോടു കൂടെ ഞെരുക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, രക്തസാക്ഷികളായി പോകുന്ന ചിലരെ നമ്മൾ കാണുന്നത്. കാരണം 12-ാം അധ്യായത്തിൽ സാത്താനെ മിഖായേൽ വെട്ടിയിടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെ കൂടി ചേർത്ത് പഠിച്ചാലാണ് അവിടെയും നിന്റെ പ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ മിഖായേൽ എഴുന്നേൽച്ചപ്പോഴാ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മിഖായേൽ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. നിന്റെ ജനത്തിന് തുണ നിൽക്കുന്നവനായ മിഖായേൽ എഴുന്നേൽക്കും. അങ്ങനെ കാലവും കാലാംശവും എന്ന് പറഞ്ഞാൽ 3.5 വർഷം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായി ദാനിയേൽ പ്രവചിച്ചിരിക്കുകയാണ്. അപ്പോൾ മിഖായേൽ ഈ സാത്താനെ വെട്ടിയിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഭരിക്കേണ്ട എതിർ ക്രിസ്തുവിന് ആ പൂർണ്ണ അധികാരത്തോടുകൂടെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോഴിതാ ഈ എതിർ ക്രിസ്തു ആയ മനുഷ്യൻ, ഈ സാത്താൻ വെട്ടിയിടപ്പെട്ട മനുഷ്യനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ ഇവിടെ ഇവനെ നശിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നശിപ്പിക്കുമെന്ന് പറഞ്ഞു. വെളിപ്പാട് 19-ലാണ് കർത്താവ് വെള്ളക്കുതിരപ്പുറത്ത് വന്നിട്ട് ഇവനെ തകർക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. തന്നെയുമല്ല, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അപ്പോൾ ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ, മുകളിൽ നിന്നും മിഖായേൽ വെട്ടിയിട്ട ഈ സാത്താൻ വന്ന് പ്രവേശിക്കുന്ന ഈ മനുഷ്യൻ സകല അടയാളവും അത്ഭുതവും സാത്താന്റെ ശക്തിയോടെ ഈ ലോകത്തിന്റെ മുൻപിൽ കാണിക്കുമ്പോൾ ഇവനാണ് രക്ഷകൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് എന്താണ് സംഭവിക്കുന്നത്? അധർമ്മമൂർത്തിയുടെ ഈ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. സകല അടയാളവും അത്ഭുതവും വ്യാജമായി കാണിച്ച് ലോകത്തെ മുഴുവനും വശീകരിച്ചവന്റെ പുറകെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി നടക്കുമെന്നാണ് അവിടെ പറയുന്നത്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർ ഏവർക്കും ന്യായവിധി വരേണ്ടത് തന്നെ. ദൈവം പ്രതികാരവും ന്യായവിധിയും നടത്തുന്നവരാണ്. അപ്പോൾ തന്നെ ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതാ, ഈ സുവിശേഷം വിശ്വസിച്ചാൽ സൗജന്യമായി സ്വർഗം തരുന്ന ദൈവത്തെ നമ്മൾ സ്നേഹവാനായി കാണുന്നു. ദൈവം വെച്ച് നീട്ടിയിരിക്കുന്ന ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നവർക്ക് ഈ എതിർ ക്രിസ്തുവിൻ്റെ അടുക്കൽ പോയി അവനെ ആരാധിച്ച് നാശപ്പെടുവാൻ ദൈവം തന്നെ ന്യായവിധി കാര്യം ഒരുക്കുന്നു. തന്നെയുമല്ല, ബോഷ്ക്ക് വിശ്വസിക്കുവാൻ ദൈവം തന്നെ കൈവിടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുകയാണ്. ഈ എതിർ ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും സാത്താന്റെ പ്രവൃത്തികളെ കണ്ട് ഇന്ന് ലോകം മുഴുവൻ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പുറകെയാ. ഇന്ന് കൊച്ചു അത്ഭുതം അടയാളമൊക്കെ കാണിച്ച് ലോകത്തെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നത്തെ കാലത്ത് റാപ്ചർ കഴിഞ്ഞ് പിന്നീട് എതിർ ക്രിസ്തു വരുന്ന കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഇവൻ അടയാളം അത്ഭുതവും ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് അനേകർ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ വ്യാജത്തിൽ വിശ്വസിച്ച് നാശപ്പെടുവാനിടയായി തീരുമെന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം ക്രമമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം മിഖായേൽ എഴുന്നേൽക്കുന്ന കാലം മുതൽ ഇനി ശേഷിക്കുന്നത് എല്ലാം യഥാസ്ഥാനത്താകുന്നത് വരെ 3.5 വർഷമാണെന്നും അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ന്റെ 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയും എതിർ ക്രിസ്തുവിനുള്ളത് 3.5 വർഷമാണ്. അതുകൊണ്ട് ഇവന്റെ ഈ പീഡാകാലത്തിൽ കടന്നു വന്ന രക്തസാക്ഷികൾ നമുക്കൊന്നുകൂടി വായിക്കാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം. തീ കത്തുന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും ജയിച്ച രക്തസാക്ഷികൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഇപ്പോൾ ഇവിടെ തീ കലർന്ന പളക് കടൽ പോലെ ഒന്നിനോട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. ആര്? മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരുടെ സംഖ്യയോടും ജയിച്ചവർ. അപ്പോൾ മൃഗവും മൃഗത്തിൻ്റെ പ്രതിമയും സംഖ്യയും ഒക്കെ പീഡാകാലവും ഒക്കെ എപ്പോഴാണ് വരുന്നത്? നമ്മളിവിടെ നിന്ന് കടന്നുപോയി റാപ്ചർ കഴിഞ്ഞ് ഏകദേശം ഒരു 7 വർഷത്തെ കാലയളവ് കഴിഞ്ഞ് അതിനുശേഷം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. ആ 2 സാക്ഷികളുടെ 3.5 വർഷ ശുശ്രൂഷ, അതിനുശേഷം അവരെ കൊന്ന് രംഗപ്രവേശം ചെയ്യുന്ന എതിർ ക്രിസ്തു, അവൻ വ്യാജമായ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ലോകത്തെ വശീകരിക്കും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇതാ അവൻ്റെ നിയമത്തോട് എതിർത്ത് നിൽക്കുന്ന, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്ത ശേഷിക്കുന്ന ഈ യഹൂദന്മാരുടെ ഒരു കൂട്ടമുണ്ട്. അവിടെ ബാബിലോൺ, മഹാബാബിലോണായി തീർന്ന
വേശ്യയായി തീർന്ന ഒരു കൂട്ടം ജനവും ഇസ്രായേലിൽ അവിടെയുണ്ട്. അപ്പോൾ തന്നെ ഇതെല്ലാം കണ്ട് സത്യം ഗ്രഹിച്ച ഒരു കൂട്ടം ജനവും ഇവിടെയുണ്ട്. ഇവർ ഈ മൃഗത്തിൻ്റെ സംഖ്യയോടും അവൻ്റെ നിയമത്തോടൊക്കെയും പയറ്റി ജയിച്ച്, അല്ലെങ്കിൽ അവരെ ഒരുപക്ഷെ രക്തസാക്ഷികളായൊക്കെയും കൊന്ന്, അങ്ങനെയാണ് ആ രക്തസാക്ഷികൾ 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് അവിടെയുള്ള രക്തസാക്ഷികളെ കാണുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വളരെ ഓർഡറിൽ നടക്കുന്ന സംഭവമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. സമയം ദൈർഘിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചുരുക്കുന്നത്. ഏകദേശം കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 6-ലാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചർ നടക്കുന്നതും അതിന് തൊട്ട് മുൻപ് ഒരു പീഡാകാലം, ഒരു കഷ്ടതയുടെ കാലഘട്ടവും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുണ്ട്. സുവിശേഷം പറയുന്നവർക്ക് അതുണ്ട് എന്നുള്ളത് ദൈവവചനം വ്യക്തമായി പറയുകയാണ്. അതിലൂടെ കടന്ന് ജൈത്രയാത്ര ചെയ്ത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ പ്രത്യാശയായ കർത്താവിനെ നാം കാണുവാനിടയായിത്തീരും. അതിനായി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.